ഹായ്, ഞാൻ Adeeb. റെഡ്മി നോട്ട് 10 സീരീസിൽ നോക്കുകയാണെങ്കിൽ റെഡ്മി നോട്ട് 10 ഉണ്ട്, റെഡ്മി നോട്ട് 10 പ്രോ ഉണ്ട്, റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് ഉണ്ട്. ഇപ്പോൾ അതാ റെഡ്മി പുതുതായിട്ട് അവരുടെ റെഡ്മി നോട്ട് 10 സീരീസിൽ റെഡ്മി നോട്ട് 10 എസ് എന്നുള്ളൊരു മോഡലും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഫോൺ റെഡ്മി നോട്ട് 10ൻ്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷനാണ്. ഡിസൈൻ വൈസ് ആയിക്കോട്ടെ, സ്പെസിഫിക്കേഷൻ വൈസ് ആയിക്കോട്ടെ, രണ്ടും സെയിം ആണ്. ചെറിയ ചെറിയ അപ്ഗ്രേഡേഷനൊക്കെ റെഡ്മി നോട്ട് 10 അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ റെഡ്മി നോട്ട് 10 എസിൽ റെഡ്മി കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് ഈ വീഡിയോയിൽ കാണാം. പിന്നെ ഈ ഫോൺ ഈ പ്രൈസ് റേഞ്ചിൽ വർത്താണോ അല്ലേ എന്നുള്ള കാര്യം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഇതേ പ്രൈസ് റേഞ്ചിൽ മറ്റ് ബ്രാൻഡ്സിലുള്ള കുറച്ച് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഫോൺസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും നമ്മളിന്ന് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെയായിട്ട് കാണാം. ആദ്യം നമുക്ക് ഈ ഫോണിൻ്റെ ഡിസൈനെ കുറിച്ച് നോക്കാം. ഫോണിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു കോഡ് ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു LED ഫ്ലാഷും വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ് വരുന്നത്. ഫോണിൻ്റെ റൈറ്റ് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ വോളിയം ബട്ടണും പവർ ബട്ടണും കൊടുത്തിട്ടുണ്ട്. പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസറും വരുന്നത്. ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ സിം കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. ഒരു ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതായത് നമുക്ക് ഒരേ സമയത്ത് രണ്ട് സിം കാർഡും ഒരു മെമ്മറി കാർഡും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഫോണിൻ്റെ മുകൾ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, IR ബ്ലാസ്റ്റർ, സ്പീക്കർ ഗില്ല് എന്നിവയാണ് വരുന്നത്. ഫോണിൻ്റെ താഴ്ഭാഗത്ത് നോക്കുകയാണെങ്കിൽ 3.5mm ഹെഡ്ഫോൺ ജാക്ക്, പ്രൈമറി മൈക്രോഫോൺ, Type C ചാർജിംഗ് പോർട്ട്, സ്പീക്കർ എന്നിവയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഫോണിൽ സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. പിന്നെ ഈ ഫോണിന് IP53 റേറ്റിംഗ് റെഡ്മി കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ റെഡ്മി നോട്ട് 10ലുള്ള എക്സാക്ട്ലി സെയിം ഡിസൈനാണ് റെഡ്മി നോട്ട് 10 എസിലും വരുന്നത്. നിങ്ങളുടെ കയ്യിൽ റെഡ്മി നോട്ട് 10ഉം റെഡ്മി നോട്ട് 10 എസും തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡിഫറൻസും ഈ രണ്ട് ഫോൺസും തമ്മിൽ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കില്ല. ഈ രണ്ട് ഫോൺസ് തമ്മിലെ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ പ്രൈമറി ക്യാമറേൻ്റെ കാര്യത്തിൽ ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന പ്രൊസസ്സറിൻ്റെ കാര്യത്തിൽ ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ പ്രൈസിങ്, ഈ മൂന്ന് ഡിഫറൻസാണ് ഈ രണ്ട് ഫോൺസും തമ്മിലുള്ളത്. ആദ്യം നമുക്ക് ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് കുറിച്ച് നോക്കാം. 6.43 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 1100 നിറ്റ്സ് ആണ് ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്. പിന്നെ കോറിംഗ് ഉള്ള 3 പ്രൊട്ടക്ഷനും ഈ ഡിസ്പ്ലേക്ക് നൽകിയിട്ടുണ്ട്. പ്രൊസസ്സറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ MediaTekൻ്റെ Helio G95 പ്രൊസസ്സറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. Mali G76 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്ന GPU. പിന്നെ 6GB LPDDR4X RAM ടൈപ്പാണ് ഈ ഫോണിൽ വരുന്നത്. UFS 2.2 സ്റ്റോറേജ് ടൈപ്പാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഫോൺ ഔട്ട് ഓഫ് ദ ബോക്സ് Android 11ലാണ് വരുന്നത്. MIUI 12.5 ആണ് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ്. റെഡ്മി നോട്ട് 10 സീരീസിലുള്ള മറ്റ് ഫോൺസിൽ നോക്കുകയാണെങ്കിൽ MIUI 12 ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ നോട്ട് 10 എസ് ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ MIUI 12.5ലാണ് വരുന്നത്. പിന്നെ ഒരു 5000 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഈ ഫോണിലുണ്ട്. ആ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ നമുക്ക് ബോക്സിൻ്റെ കൂടെ തന്നെ റെഡ്മി തരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ വരുന്ന റിയർ ക്യാമറ നോക്കുകയാണെങ്കിൽ 64 മെഗാപിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസും 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറുമാണ് ഈ ഫോണിൽ വരുന്നത്. സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ ഒരു 13 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ റെഡ്മി നോട്ട് 10 എസ് ടോട്ടലായിട്ട് 3 കളർ വേരിയൻറ്റിലാണ് വരുന്നത്. സീ ബ്ലൂ, ഫ്രോസ്റ്റ് വൈറ്റ്, ഷാഡോ ബ്ലാക്ക്. അടുത്തായിട്ട് നമുക്ക് ഈ ഫോണിൻ്റെ പ്രൈസിനെ കുറിച്ച് നോക്കാം. 6GB 64GB വേരിയൻറ്റിന് 14,999 രൂപയും 6GB 128GB വേരിയൻറ്റിന് 15,999 രൂപയുമാണ് വരുന്നത്. ഈ ഫോണിൻ്റെ പ്രൈസ് നിങ്ങളുടെ മൈൻഡിൽ നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് ഈ ഫോണിൻ്റെ പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ്. റെഡ്മി നോട്ട് 10 എസിൻ്റെ 6GB 128GB വേരിയൻറ്റിന് 16,000 രൂപയാണ് വരുന്നത്. ഇതേ പ്രൈസിന് നമുക്ക് റെഡ്മി നോട്ട് 10 പ്രോ വാങ്ങാൻ വേണ്ടി സാധിക്കും. റെഡ്മി നോട്ട് 10 പ്രോയിൽ നോക്കുകയാണെങ്കിൽ 120Hz AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ Qualcomm Snapdragon 732G പ്രൊസസ്സറാണ് വരുന്നത്. പിന്നെ ക്യാമറൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 64 മെഗാപിക്സലിൻ്റെ ക്യാമറ വരുന്നുണ്ട്. ഇത് സാംസങ്ങിൻ്റെ GW3 സെൻസറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ റെഡ്മി നോട്ട് 10 പ്രോയിൽ നോക്കുകയാണെങ്കിൽ കോർണിംഗ് ഗ്ലാസിൻ്റെ 5 പ്രൊട്ടക്ഷൻ ഡിസ്പ്ലേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഗ്ലാസ് ബോഡിയാണ് വരുന്നത്. റെഡ്മി നോട്ട് 10 എസിനെക്കാളും എന്തുകൊണ്ടും റെഡ്മി നോട്ട് 10 പ്രോ എടുക്കുന്നതാണ് നല്ലത്. റെഡ്മി നോട്ട് 10 പ്രോയുടെ 6GB 64GB വേരിയൻറ്റിന് 16,000 രൂപയാണ് വരുന്നത്. ഒരു എക്സ്ട്രാ 1000 രൂപ ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 10 പ്രോയുടെ 6GB 128GB വേരിയൻറ്റ് 17,000 രൂപക്ക് നമുക്ക് കിട്ടും. ഇനി വരും കാലങ്ങളിൽ റെഡ്മിയുടെ 6GB 64GB വേരിയൻറ്റ് എന്തായാലും ഉണ്ടായിരിക്കില്ല. കാരണം ഈ വേരിയൻറ്റ് 16,000 രൂപക്ക് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 10 എസിൻ്റെ സെയിൽ നടക്കില്ല. പിന്നെ ഇതേ പ്രൈസ് റേഞ്ചിൽ Realme 8 ഉണ്ട്. Realme 8ൽ നോക്കുകയാണെങ്കിൽ AMOLED ഡിസ്പ്ലേ വിത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നുണ്ട്. ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ റെഡ്മി നോട്ട് 10 എസിലുള്ള അതേ സ്പെസിഫിക്കേഷൻസ് തന്നെയാണ് Realme 8ലും വരുന്നത്. Realme 8ൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 4GB 128GB വേരിയൻറ്റിന്
14,999 രൂപയും 6GB 128GB വേരിയൻറ്റിന് 15,999 രൂപയുമാണ് വരുന്നത്. പിന്നെ ഇതിനേക്കാൾ ഒരു ബെറ്റർ ഓപ്ഷൻ ചോദിക്കുകയാണെങ്കിൽ മോട്ടോയുടെ G40 ഫ്യൂഷൻ എന്നുള്ളൊരു മോഡലുണ്ട്. ഫോൺ നോക്കുകയാണെങ്കിൽ 120Hz ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കോൾക്കം സ്നാപ്ഡ്രാഗൺ 732G പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ 6000 mAh ബാറ്ററി ഫോണിൽ വരുന്നുണ്ട്. പിന്നെ 64 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയുമാണ് മോട്ടോ G40 ഫ്യൂഷനിൽ വരുന്നത്. ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 4GB 64GB വേരിയൻറ്റിന് 13,999 രൂപയും 6GB 128GB വേരിയൻറ്റിന് 15,999 രൂപയുമാണ് വരുന്നത്. അപ്പോൾ ഈ ഫോൺസൊക്കെയാണ് ഈ പ്രൈസ് റേഞ്ചിലുള്ളത്. അപ്പോൾ നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക നിങ്ങൾക്ക് ഏത് ഫോണാണ് വേണ്ടതെന്നുള്ള കാര്യം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒരു ബെല്ലൈക്കൻ ഉണ്ടാവും. ആ ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ സ്പോട്ടിൽ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.